കണ്ണൻ നായർ കൂടി ചേരുന്നു. കണ്ണൻ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആണെന്നോ പെണ്ണെന്നോ അല്ല, സഖാവ് അതാണ് VS. എല്ലാവർക്കും ഒരേ തെളിച്ചവും വെളിച്ചവും ഏകിയ ധീരസഖാവ്. അതിൻ്റെ ആവേശത്താലാണ് കഴിഞ്ഞ കാലം അത്രയും അദ്ദേഹം പകർന്നു നൽകിയ ആവേശം കൊണ്ട് മാത്രം ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ കീഴിലേക്ക് വന്ന ഒട്ടനവധി പേരുണ്ട്. അവരൊക്കെ പലരും നമ്മളോട് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ സംസാരിക്കുകയും ചെയ്തു. ഇപ്പോഴും ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി വന്നുകൊണ്ടേയിരിക്കുന്നു. ഉള്ളൂരിലേക്ക് എത്തുകയാണ്. കൊല്ലമൊക്കെ കടന്നു പോകാൻ അല്ലേ, തിരുവനന്തപുരം വിടാൻ തന്നെ ഇത്ര താമസമാണെങ്കിൽ കൊല്ലമൊക്കെ വിട്ടുപോകാൻ എത്ര സമയമെടുക്കും? എത്ര അധികം ആളുകൾ കൊല്ലത്ത് ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാകും അല്ലേ കണ്ണ? തീർച്ചയായും ഒട്ടേറെ ആൾക്കാർ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന സുരേഷ്, അദ്ദേഹം ഇപ്പോൾ നമ്മളൊപ്പം ഉണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിനെ തിരിച്ചു വരാൻ വേണ്ടി ഒരു കാത്തിരിപ്പിലായിരുന്നു. ആലപ്പുഴയിലേക്കുള്ള യാത്രയാണ്. പല സമയങ്ങളിലും ആലപ്പുഴയിലേക്കുള്ള യാത്രയിൽ എല്ലാ സമയത്തും ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ സമയത്തൊരു ഹൃദയവേദനയോടുകൂടി മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനൊരു ആലപ്പുഴ യാത്ര വേണ്ടി വരുന്ന ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് പ്രതീക്ഷിച്ചില്ല. സ്വാഭാവികമായിട്ട് VS ഇല്ല എന്നുള്ളൊരു വികാരം പോലും മറ്റ് പലർക്കും എന്ന പോലെ എനിക്കും ഇല്ലാത്തൊരവസ്ഥയാണ്. മാനസികമായിട്ട് VS നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടില്ല. VS അവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവിടെ നിന്ന് കൃത്യം 2 മണിക്കാണ് VSനെ അവിടെ നിന്ന് ദർബാർ ഹാളിൽ നിന്ന് എടുത്തത്. പക്ഷേ ഈ ശ്രീകാര്യത്തേക്ക് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ ഉള്ളതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ സമയം ഇപ്പം 5 മണിയാണ് സമയം. സ്വാഭാവികമായിട്ടും 3 മണിക്കൂർ എടുത്തു ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിന് രാഷ്ട്രീയ കേരളം കൊടുക്കുന്ന, മലയാളി കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. VS 5 കൊല്ലമായിട്ട് രാഷ്ട്രീയ രംഗത്ത് സജീവമല്ലാത്തൊരു നേതാവാണ്. അങ്ങനെയുള്ള ഒരാളെ പോലും കൊച്ചുകുട്ടികൾ മുതൽ കൗമാരപ്രായക്കാർ വരെ, വൃദ്ധരായിട്ടുള്ള ആളുകൾ മുതൽ ആബാലവൃദ്ധം എന്ന് പറയുന്ന മലയാളത്തിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് VSനെ തെരുവുകളിൽ ആളുകൾ സ്വീകരിക്കുന്നത് കണ്ടിട്ടാണ്. VSനൊരു റോയൽ COF ആണ് കൊടുക്കുന്നത്. അത് കേരളത്തെ സംബന്ധിച്ച്, VSനെ സംബന്ധിച്ച്, VSനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും മഹത്തായ കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം പല സമയങ്ങളിലും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലെങ്കിൽ മൂന്നാർ പോലെയുള്ള സമരമുഖങ്ങളിൽ ഒക്കെ തന്നെ താങ്കളുണ്ടായിരുന്നു. അന്നൊക്കെ ഒരു VSൻ്റെ ഒരു പോരാട്ട വീര്യം. പല സമയങ്ങളിലും ഇപ്പം പുന്നപ്രയിൽ ഉണ്ടായ ഒരു പോലീസ് മർദ്ദനത്തിൽ മരിച്ചു എന്ന് കരുതി 2ാം ജന്മമാണ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത്. പക്ഷേ ഓരോ സമയങ്ങളിലും അദ്ദേഹം പുനർജനിച്ചു വരുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും VS ഒരു പോരാളിയാണ്. നമ്മൾ VSൻ്റെ ഈ ബാല്യകാലം തന്നെ പോരാട്ടത്തിൽ നിന്ന് അതിജീവനത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു ബാല്യകാലമാണ് VSൻ്റെ. VS മരിച്ചു എന്ന് കരുതി, കണ്ണൻ പറഞ്ഞ പോലെ മരിച്ചു എന്ന് കരുതി ചാക്കിൽ കെട്ടി പോലീസുകാർ ജീപ്പിൽ കൊണ്ടുപോയി അതിൽ അനക്കമുണ്ടെന്ന് കണ്ടെത്തി ഒരു മോഷണ കേസ് പ്രതി പോലീസുകാരോട് പറയുകയും പോലീസുകാർ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു അത്ഭുത കഥയാണ് VSൻ്റെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മാസം ആശുപത്രിയിൽ ഞാൻ ഉൾപ്പെടെ ആളുകൾ പ്രതീക്ഷയോടെ VS തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നത്. കാരണം VS അവിടെ ഉണ്ടാവണം, ജീവിച്ചിരിക്കണം. VS എവിടെയോ ഉണ്ട്, കേരളത്തിൻ്റെ കാവലായി, കേരളത്തിൻ്റെ രക്ഷകർത്താവായി VS അവിടെ ഉണ്ടാവണമെന്ന് എന്നെപ്പോലെ ആയിരങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ കാത്തിരുന്നത് VSൻ്റെ തിരിച്ചുവരവിനായിട്ട്. അതുതന്നെയാണ് ശ്രീ സുരേഷ്, ജനമനസ്സുകളിൽ അദ്ദേഹം എന്തായാലും എന്നും ഉണ്ടാകും.